വിത്ത് അബൌട്ട് Zodiac അക്കാഡമി. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, 20 വർഷമായി ഫീൽഡിൽ നിൽക്കുന്ന ഒരു ബെസ്റ്റ് റിസൾട്ട് പ്രൊഡ്യൂസിംഗ് കോച്ചിങ് സെന്ററാണ് Zodiac അക്കാഡമി. DHS DME സ്റ്റാഫ് നഴ്സ് തലത്തിലോട്ട് വരുമ്പോൾ DHS DME എക്സാമിന് കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള ഒരു മെയിൻ കോച്ചിങ് സെന്ററാണ്. അതായത് നമുക്ക് 14 ജില്ലയിലൂടെ 100 ബ്രാഞ്ചാണ് ഉള്ളത്. ഇപ്രാവശ്യം നമ്മൾ ഓരോ ഡിസ്ട്രിക്ട് വൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്സസ് എല്ലാം. ടോട്ടൽ കവറേജ് 100 സെന്റർ ഉണ്ടായിരിക്കും. ആ ഓഫ്ലൈൻ അല്ലെങ്കിൽ ക്ലാസ് റൂം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണ് മിഡിൽ ഈസ്റ്റിലും മറ്റു രാജ്യങ്ങളിലുള്ള കുട്ടികളും സ്റ്റേറ്റിൽ തന്നെയുള്ള പല ആൾക്കാരാണ് നമ്മളെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് എൻറോൾ ചെയ്യാൻ പോകുന്നത്, റിക്വസ്റ്റ് അയച്ചേക്കുന്നത്. നമ്മളിവിടെ ഒരു കോംപ്രഹെൻസീവ് കവറേജ് ഓഫ് സിലബസ് ആയിരിക്കും, ഒരു ക്വാളിറ്റി ബൗണ്ട് ട്രെയിനിങ് ആയിരിക്കും. അതായത് നമ്മുടെ എക്സാംസ് നമ്മളെപ്പോഴും ഒരു കാര്യം പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അതിന് മുന്നോടിയായിട്ട് തൊട്ട് മുന്നിലത്തെ നമ്മളുടെ എക്സാംസിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. 2 വർഷം മുന്നേ നമ്മുടെ DHS DME എക്സാം നടക്കുമ്പോൾ DHSന്റെ കട്ട് ഓഫ് ഡിസ്ട്രിക്ട് വൈസ് നോക്കുമ്പോൾ ഏകദേശം 46 മുതൽ 49 ആയിരുന്നു. വേറെ DMEയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 27 ആയിരുന്നു. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. DHSന്റെ ക്വസ്റ്റ്യൻ DME ആണെങ്കിലും അന്ന് നമ്മളെ സംബന്ധിച്ച് ഓരോ നഴ്സുമാരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു നോൺ നഴ്സിംഗ് സബ്ജക്ട്. 60 നഴ്സിംഗും 40 നോൺ നഴ്സിംഗ് സബ്ജക്റ്റാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ആ 40 നോൺ നഴ്സിംഗ് സബ്ജക്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ച കാര്യമാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന എക്സാം നമുക്ക് നോൺ നഴ്സിംഗ് സബ്ജക്ട് ഇല്ല. 100 മാർക്കിനും നഴ്സിംഗ് സബ്ജക്ട്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു സൂപ്പർവിഷ്യൽ ലേണിംഗ് കൊണ്ട് ഒരിക്കലും ഒരു ഉപയോഗം ഉണ്ടാകത്തില്ല. നിങ്ങൾ അക്കാഡമിക്കലി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും, കഴിഞ്ഞ 2-3 വർഷമായിട്ടുള്ള നമ്മുടെ എയിംസും മറ്റ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ ഒരു അഡ്വാൻസ്ഡ് ആസ്പെക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളും ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും റുട്ടീൻ ആയിട്ട് നമ്മുടെ എക്സാമിൽ വരുന്നുണ്ട്. ഓൺലൈൻ എക്സാംസ് നമ്മൾ നോക്കുമ്പോഴും അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു 128 hours ഓഫ് ഓൺലൈൻ ട്രെയിനിങ് ആണ്, വിച്ച് വിൽ ബി ഇൻ പാർ വിത്ത് ദ ക്ലാസ് റൂം ട്രെയിനിങ് പ്രോഗ്രാം. ഇവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടാകും. ഓരോ ടോപ്പിക് കഴിയുമ്പോഴും അന്ന് പഠിപ്പിച്ചതിന്റെ ഒരു 20 ചോദ്യത്തിന്റെ ഡിസ്കഷൻ ഉണ്ടാകും. പിന്നെ അതിന് നെക്സ്റ്റ് സ്ലൈഡിൽ അതിനെ കുറിച്ച് പറയാം. അടുത്തായിട്ട് നമ്മുടെ Zodiac പബ്ലിക്കേഷൻ വീക്ക്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് ആയിട്ടുള്ള A1 സക്സസ് ഇൻ എ നട്ട്ഷെൽ ഇതെല്ലാം നമ്മളുടെ പ്രൊഡക്റ്റ് ആണ്. അതായത് Zodiac അക്കാഡമിയുടെ ടെക്സ്റ്റ് റാങ്ക് ഫയൽസ് ആണ്. കഴിഞ്ഞ 2 PSCകളിലും അതിലൊരു PSCയിൽ 100-ൽ 49 ചോദ്യം, അത് നമുക്ക് 60:40 ആണ്. അപ്പൊ 60-ൽ 49 ചോദ്യം ലിറ്ററലി നമ്മുടെ ബുക്കിൽ നിന്ന് വന്നു. ഒരു റെവല്യൂഷൻ ഉണ്ടാക്കുകയും ഒരുപാട് വിവാദങ്ങൾക്ക് ഇടവയ്ക്കുകയും ചെയ്തതാണ് A1 റാങ്ക് ഫയൽ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നാട്ടിൽ വലിയ പ്രശ്നവും ഞങ്ങൾ പ്രസ് ക്ലബ് മീറ്റിംഗ് വിളിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥകൾ പറയേണ്ടതും ഇതാരും തന്നെ എന്താ പറയുന്നത്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്ലബ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്നതാണെന്നും ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ Zodiac പബ്ലിക്കേഷൻ വിങ് എന്ന് പറയുന്നത് ഏകദേശം കേരളത്തിലെ എല്ലാ നഴ്സുമാരുടെ കയ്യിലും ഞങ്ങളുടെ ഒരു പുസ്തകത്തിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസിന്റെ പ്ലാൻ എന്ന് പറയുന്നത് 128 മണിക്കൂറിന്റെ ട്രെയിനിങ് പ്രോഗ്രാമാണ് തരാൻ പോകുന്നത്. വീക്കിലി 2 ദിവസമായിരിക്കും ഇപ്പോൾ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, വിത്ത് 2 hour പെർ ഡേ. ഞാൻ പറഞ്ഞു ഓൾറെഡി, രാത്രി 8 മുതൽ 10 വരെ ആയിരിക്കും നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം. ഇന്ററാക്റ്റീവ് ലെക്ചേഴ്സ് ഉണ്ടായിരിക്കും. ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവരുടെ സംശയം ക്ലിയർ ചെയ്യാൻ പറ്റും. ഡിസ്കഷൻസ് ഉണ്ടാകും. ആ രീതിയിലൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. 1 way ലെക്ചറിങ് മാത്രമായിരിക്കത്തില്ല. Zodiacന്റെ ഓൺലൈൻ ക്ലാസ്സിലായാലും ഓഫ്ലൈൻ ക്ലാസ്സിലായാലും ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഞങ്ങളുടെ ഫ്രീ പാക്കേജ് ഓഫ് ബുക്ക് ഉണ്ടായിരിക്കും. വളരെ എഫേർട്ടും എടുത്ത് നമ്മൾ നാളെ പ്രസിൽ കയറ്റാൻ പോവുകയാണ് ഞങ്ങളുടെ ബുക്ക്. ഫെബ്രുവരി അവസാന വാരം ഞങ്ങളുടെ ബുക്ക് റിലീസാകും. 2000 പേജ് വരുന്ന A1ന്റെ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ അഡ്വാൻസ്ഡ് ആസ്പെക്ട് ഉൾപ്പെടെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഉൾപ്പെടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, DME നമ്മുടെ എക്സാം നോക്കുമ്പോൾ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, നഴ്സിംഗ് മാനേജ്മെന്റ്, ഈ ഏരിയ എന്നെല്ലാം ചോദ്യം വന്നിരുന്നു. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ A1 റാങ്ക് ഫയലും നമ്മുടെ മൊഡ്യൂൾസും, അതിൽ 10 മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും, പിന്നെ ഷാർപ്പ് ഷൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് 999 പ്രീവിയസ് എക്സാംസ് ചോദിച്ചിട്ടുള്ള പോയിന്റ് ചേർത്ത ഒരു ബുക്ക്ലെറ്റും. ഇതെല്ലാം കൂടെ ഏകദേശം 2500 ആയിരിക്കും നമ്മുടെ ക്ലാസ് ചേരാത്ത കുട്ടികൾ പുറത്തുനിന്ന് ഇത് വാങ്ങേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബുക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് വരാൻ പോവുകയാണ്. രാത്രി 8 മുതൽ 10 ആയിരിക്കും ബാച്ച് 1 എന്ന് പറയുന്നത്. തിങ്കളും വെള്ളിയും 8 മുതൽ 10 ആയിരിക്കും. ഞാനിവിടെ ഫ്രീ പാക്കേജും കാര്യങ്ങളും പറയുമ്പോൾ Zodiac എപ്പോഴും ബിലീവ് ചെയ്യുന്നത്, ഞാൻ എന്റെ പല ക്ലാസ്സുകളിലും പറയാറുണ്ട്, എന്റെ സ്റ്റുഡൻസിന് അറിയാം, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. സോ ഔട്ട്കം ബേസ്ഡ് ആയിരിക്കണം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ കരിക്കുലം നമ്മൾ നോക്കിയാലും കോമ്പറ്റൻസി ബേസ്ഡ് എന്നും ഔട്ട്കം ബേസ്ഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ നിങ്ങൾ എന്തെല്ലാം മെത്തഡോളജി, എന്തെല്ലാം പ്രോസസ്സുകൾ കടന്നു പോയാലും ഫൈനലി ഇപ്പൊ 10 ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് വീട്ടിൽ വെച്ചാലും അതിൽ കാര്യമില്ല, നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് 9 months എന്റെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 9 months ആണെന്ന് കണ്ട് നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ടോപ്പ് ലിസ്റ്റിൽ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ DHS നോക്കുമ്പോൾ 4ഓളം ജില്ലകളിൽ 1ാം റാങ്കും
രണ്ടാറാകും, അങ്ങനെ 10-നകത്ത് 14 ജില്ലയിൽ നമ്മളുടെ കുട്ടികളുണ്ടായിരുന്നു. നമ്മളെല്ലാരെയും പോലെ ശരാശരി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ വേണമെന്ന് പറഞ്ഞ് പരീക്ഷ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ആ ആറ്റിറ്റ്യൂഡിനാണ് ആ ഡിഫറൻസ് അവിടെ ഉണ്ടാകുന്നത്. ഓൾസോ ഓരോ 0.33 മാർക്കിന് ഭയങ്കര സിഗ്നിഫിക്കന്റ് വാല്യൂ ഉള്ളതാണ് നമ്മുടെ PSC എക്സാം. കാരണം ഇനി നഴ്സിംഗ് മാത്രമാകുമ്പോൾ എല്ലാവരും ഒരു ശരാശരി ഒരു ആവറേജ്, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് ഫോം ആണ്. ഒരു ആവറേജ് ബേസ് ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഈസി ഉണ്ടാകും, ടഫ് ഉണ്ടാകും. ആവറേജ് ഈസി ഒരുവിധം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റും. ആ ടഫ് എന്ന് പറയുന്ന 20-30 ചോദ്യമാണ് നമ്മളെ സംബന്ധിച്ച് റാങ്ക് ഡിസൈഡിങ് ഫാക്ടറായി മാറുന്നത്. അവിടെയാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടും ഇൻഡെപ്ത് ലേണിംഗ് നമ്മളെ സഹായിക്കുന്നത്. സോഡിയാക് ഞങ്ങളുടെ ഓൺലൈൻ ആയാലും ക്ലാസ് റൂം ആയാലും ഞങ്ങളുടെ ഇപ്പോഴത്തെ എന്റെ ടീച്ചിങ് ഫാക്കൽറ്റിയോട് പറഞ്ഞേക്കുന്നത് നമ്മൾ ആ രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ്. സൂപ്പർവിഷനിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ബ്രഷപ്പ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, നോട്ട്സ് എഴുതി വെക്കും, അതിന്റെ എക്സാംസ് ഉണ്ടാകും. ആ രീതിയിൽ നമ്മൾ പഠിച്ചു തന്നെ പോകണം. ഇതാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ ആയാലും ഓഫ്ലൈൻ ആയാലും എന്റെ പ്ലാൻ. ഫീസ് നമ്മൾ 2 രീതിയിൽ നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. നിങ്ങൾ 1 ടൈം പേയ്മെന്റ് ആണെങ്കിൽ 9,000 രൂപയും 2 വട്ടത്തെ പേയ്മെന്റ് ആണെങ്കിൽ 10,000 രൂപയുമാണ്. 6,000 രൂപ രജിസ്ട്രേഷൻ ടൈമിലും 4,000 രൂപ ഏപ്രിലിൽ നിങ്ങൾ പേ ചെയ്യുമ്പോൾ നിങ്ങളുടെ മോഡ്യൂൾ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതെല്ലാം 1 ടൈം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 9,000 രൂപ 10% ഡിസ്കൗണ്ട് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് മാർച്ച് മാസം ലാസ്റ്റ് നിങ്ങൾക്ക് തരും. അതല്ല എങ്ങനെയാണ് ഓൺലൈൻ ബാച്ചിൽ എൻറോൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഡെമോ ക്ലാസ് കണ്ടതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലോട്ട് നിങ്ങളുടെ പറയുന്ന എമൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും ആ ട്രാൻസാക്ഷൻ നമ്പറുടെ സോഡിക് അക്കാഡമി online@gmail.com എന്ന മെയിൽ ഐഡിയിലോട്ട് ചെയ്യുക. നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് ബാക്കി അതിന്റെ എങ്ങനെയാണ് ബാക്കിയുള്ള പ്രൊസീജർ എന്നുള്ള അറിയിക്കുന്നതായിരിക്കും. അതിന്റെ ലിങ്കും ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരും. എങ്ങനെയാണ് അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരവിടെ നിന്ന് പറഞ്ഞു തരും. സോ അതാണ് നമ്മുടെ എൻറോൾ ചെയ്യുന്ന പ്രൊസീജർ. കോഴ്സ് പാക്കേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഞാൻ ഇന്നൊരു ഡെമോയിൽ ഒരു ചെറിയ 10 മിനിറ്റ് നമ്മളൊരു ഡിസ്കഷൻ വയ്ക്കുന്നുള്ളൂ. പക്ഷേ ഹൗ വി ആർ ഗോയിങ് ടു അപ്രോച്ച് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ഒരു എക്സാം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു സ്റ്റഡി ഹാബിറ്റ് ഉണ്ടാവണം. ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന കാലഘട്ടത്തിലും അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ ഓഫ് ആവും. അവസാനം എക്സാമിന് 1 മാസം ഉള്ളപ്പോൾ വീണ്ടും നമ്മൾ ഓൺ ആകും. അങ്ങനെ പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല. പണ്ട് ഒരു 10-20 വർഷം മുന്നേയുള്ള PSC-കളിലൊക്കെ അത് മതിയായിരുന്നു. ഇപ്പോൾ നമ്മളുടെ കോമ്പറ്റീഷൻ നമ്മൾ ആദ്യം ഒരു മാർക്കറ്റ് സർവേ നടത്തണം. നമ്മൾ കോമ്പറ്റീഷൻ മനസ്സിലാക്കണം. 2010 ഒരു 30,000 പിള്ളേരോളം എഴുതിയൊരു എക്സാം 2017 ആയപ്പോൾ 65,000-ഓളം പിള്ളേർ എഴുതിയൊരു എക്സാം 2020-21 കാലഘട്ടത്തിൽ 1,00,000-ഓളം പിള്ളേർ എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ്. അതായത് ഓരോ വർഷവും കേരളത്തിൽ മാത്രം 6,000 കുട്ടികൾ പാസ് ഔട്ട് ആവുകയാണ് BSc നഴ്സിംഗിനൊക്കെ. ഔട്ട്സൈഡ് കേരളം എല്ലാം കൂടെ വരുമ്പോൾ അത്രത്തോളം അതിലൊരു പ്രൊപ്പോർഷൻ ആയിരിക്കും കേരള PSC നോക്കുന്നത്. കുറെ പേര് പോയിട്ട് മറ്റൊരു പുറത്തു പോകും. സോ എപ്പോഴും നമ്മളൊരു മാർക്കറ്റ് സർവേ നടത്തി അനലൈസ് ചെയ്യുമ്പോൾ ഹ്യൂജ് കോമ്പറ്റീഷൻ, ഒരു ചെറിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ അല്ല, വളരെ ഹ്യൂജ് കോമ്പറ്റീഷൻ ആണ്. സോഡിയക്കില് ക്ലാസ് റൂമിൽ മാത്രം 5,000-ഓളം പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം ഏറ്റവും ലീഡിംഗ് കോച്ചിങ് സെന്ററാണ്. ഒരു വലിയൊരു പ്രൊപ്പോർഷൻ വേണമെന്ന് പറഞ്ഞ് എക്സാം എഴുതാത്ത ആൾക്കാരുണ്ടാകും. ട്രെയിനിങ് പ്രോഗ്രാമിൽ പോകുന്ന ഒരുപാട് പേരുണ്ടാകും. വീട്ടിൽ നിന്ന് പഠിക്കുന്നവരുണ്ടാകും, ഓൺലൈൻ ക്ലാസ്സുകൾ പഠിക്കുന്നവരുണ്ടാകും. സോ പഠിത്തം സിസ്റ്റമാറ്റിക് ആക്കണം എന്നൊരു ലക്ഷ്യം ഉണ്ടാകണം. ഞാൻ അനട്ടമി മുതൽ, അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ BSc പഠിച്ച അല്ലെങ്കിൽ GNM പഠിച്ച സബ്ജക്ട് മുതൽ അനട്ടമി, ഫിസിയോ, മൈക്രോ, സൈക്കോ, സോഷ്യോ, ന്യൂട്രീഷൻ, ബയോകെമിസ്ട്രി, ഫാർമക്കോളജി, ഇത്രയും ഞാൻ ബേസിക്സ് ഇൻ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ക്ലസ്റ്ററിനകത്താക്കുകയാണ്. മെഡിക്കൽ സർജിക്കൽ, OBG, പീഡിയാട്രിക്സ്, മെന്റൽ ഹെൽത്ത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി, അഡ്വാൻസ്ഡ് ലൈക്ക് മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സ്റ്റാറ്റ്, എവിഡൻസ് ബേസ്ഡ് തിയറീസ്, ഇത്രയും കൂടെ ഉൾപ്പെടെയാണ് അഡ്വാൻസ്ഡ് എന്നൊരു പാക്കേജ് വരുന്നത്. Then you will have revision and also some exams which will be conducting online. ഇവിടെ ഒരു എക്സ്പെക്റ്റഡ് വെയിറ്റേജ് ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു 10-20 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് 100% നഴ്സിംഗ് ചോദ്യങ്ങൾ മാത്രം വെച്ചുള്ള കാൽക്കുലേഷൻ എടുക്കുമ്പോൾ അത് എയിംസ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസ് ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു മെഡിക്കൽ സർജിക്കലിൽ നിന്ന് ഒരു 30-ഓളം ചോദ്യം, 20 മുതൽ 30 വരെ ചോദ്യം വരാറുണ്ട്. പീഡിയാട്രിക്സ്, OBG, കമ്മ്യൂണിറ്റി, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന 4 സബ്ജക്റ്റിൽ നിന്നും 6 മുതൽ 12 വരെ വേരി ചെയ്ത് വരാറുണ്ട്. ഫൗണ്ടേഷൻ നഴ്സിംഗിൽ ഒരു 15-ഓളം ചോദ്യവും മറ്റ് ബേസിക് സബ്ജക്റ്റിന് 10-ഓളം ചോദ്യവും. അതായത് 1/4 ഓഫ് ദ ക്വസ്റ്റ്യൻ നമ്മുടെ ചോദ്യ പേപ്പറിൽ വരുന്നത് ബേസിക്സ് നഴ്സിംഗിൽ നിന്നായിരിക്കും. അല്ല അനാട്ടമി, ഫിസിയോളജി ഒക്കെ നമ്മൾ ഓടിച്ച് വായിച്ച് പോയിട്ട് കാര്യമില്ല. ഞാനാണ് നിങ്ങളുടെ അനാട്ടമി, ഫിസിയോളജി ഡീൽ ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബ്ലി ഐ ആം ഗോയിങ് ടു ഡിസ്കസ് വിത്ത് യു അറൌണ്ട് 400-450 ചോദ്യം. ആ 400-450 ചോദ്യം നമ്മൾ പഠിക്കുമ്പോഴായിരിക്കും നമ്മൾ അവിടെ നിന്ന് 2-3 ചോദ്യം നമുക്ക് കിട്ടുന്നത്. പക്ഷേ മെഡിക്കൽ സർജിക്കലിന്റെയും മറ്റു പല സബ്ജക്ട്സിന്റെയും അടിസ്ഥാന ബേസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ പഠിച്ചിട്ട് അതിന്റെ അർത്ഥമുള്ളൂ. നിങ്ങൾ നേരത്തെ കയറി ഇപ്പം കാർഡിയോയോ GITയോ പഠിക്കുമ്പോൾ യു നോ ദ ബേസിക്സ്. വാട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ GIT ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ആംബിൾ ഓഫ് വെറ്റ്
സ്ട്രിങ്ചർ ഓഫ് ബോഡി, ഇത് പറയുന്ന പോലെ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ടാവണം, എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് നടക്കുന്നത്. എന്നാലേ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആവത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അത് പാടില്ല. Then advanced aspects like nursing admin, education, research, evidence based, ഇതെല്ലാം കൂടെ 3 to 7 questions. കഴിഞ്ഞ DME നമുക്ക് 2 questions or 3 questions ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കത് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യാം. കാരണം നമ്മളെല്ലാവരും BSc GNM പഠിക്കുന്ന സബ്ജക്ട്സ് ആണ്. ക്വസ്റ്റൻ ഉണ്ടാക്കുന്ന ആൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കും. കാരണം നമ്മൾ പഠിക്കുന്ന കരിക്കുലത്തിലെ സബ്ജക്റ്റിനെ യൂട്ടിലൈസ് തന്നെ ആവും. ഇപ്പൊ മാനേജ്മെന്റ് ആകുമ്പോൾ ഇൻവെന്ററി കൺട്രോൾ ആണെങ്കിലും ക്വാളിറ്റി അഷുറൻസ് ആണെങ്കിലും അതുപോലത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചോദ്യ പേപ്പർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. പലതും നമ്മൾ പഠിച്ചപ്പോൾ പഠിച്ചു പോയ കാര്യങ്ങളെ MCQ ഫോമിലോട്ട് നമ്മളത് കൺവേർട്ട് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ചത്. സോ ഇതാണ് ഞാൻ എക്സ്പെക്ടഡ് വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് നമ്മുടെ പ്ലാൻ നിങ്ങൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ടോട്ടൽ നമ്മൾ 128 മണിക്കൂറിന്റെ ട്രെയിനിങ് ഉണ്ടാകും. ഇനിഷ്യലി നമ്മളൊരു തിയറിറ്റിക്കൽ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തായിരിക്കും പോകുന്നത്. ഇനിഷ്യൽ ഡേയ്സിൽ ബേസിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ക്രമേണ നമുക്കത് നീഡ് അനുസരിച്ച് നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാം ഡേയ്സും അല്ലെങ്കിൽ അവേഴ്സ് നമുക്ക് കൂടുതലായിട്ട് എടുക്കാം. ഓക്കെ, നൗ നമുക്ക് ഒരു ഡെമോ ക്ലാസ് ഒരു 10 minutes നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ബേസിക്സ് ഇൻ നഴ്സിംഗ് ആണ് ഞാനിപ്പോൾ ഡെമോ ഇട്ടേക്കുന്നത്. അതിലിപ്പോൾ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓൾറെഡി ഞാൻ പറഞ്ഞു. അനാട്ടമി ആൻഡ് ഫിസിയോളജി ഇസ് എ ബേസിക്സ് ഫോർ ഫൗണ്ടേഷൻ ഫോർ അവർ മെഡിസിൻ നഴ്സിംഗ്. അവിടെ ഞാനിപ്പോ ഔട്ട്ലൈൻ ഓഫ് കാർഡിയക് അനാട്ടമി ഇട്ടേക്കുന്നത്. നമ്മൾ അനാട്ടമി ആൻഡ് ഫിസിയോളജി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഓരോ സിസ്റ്റം വൈസ് നമ്മൾ പഠിക്കണം. നിങ്ങൾ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേസിക്സ് ഇൻ നഴ്സിംഗിൽ അനാട്ടമി ഫിസിയോളജി ആൻഡ് കോർ ഏരിയ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം CNS, CVS, റെസ്പിറേറ്ററി, GIT, എൻഡോക്രൈൻ, റീനൽ, ഹെമറ്റോളജി, ഓസ്റ്റിയോളജി, അങ്ങനെ ടോട്ടൽ 13 സ്പെഷ്യാലിറ്റിയുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഡിസ്കസ് ചെയ്യും. നോർമൽ വാല്യൂസിന് ആപ്ലിക്കേഷൻ ലെവൽ ലൈക്ക് ആസിഡ് ബേസും ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം PHും PCO2 ഒരു ചോദ്യം നമുക്ക് എപ്പോഴും വരാറുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഹെൽത്ത് കലണ്ടർ നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം തീം അത് കഴിഞ്ഞ എക്സാംസ് നമ്മൾ നോക്കിയൊരു ട്രെൻഡ് ആയിരുന്നു, നെസസ് ഡേയുടെയോ ഹെൽത്ത് ഡേയുടെയോ തീം ചോദിക്കുന്നത്. സോ ഇമ്പോർട്ടന്റ് ഹെൽത്ത് ഡേയ്സും അതിന്റെ തീമും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകണം. പിന്നെ ഒരു 25 സൈനും 25 സിൻഡ്രോമും നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. ഈ എല്ലാം കൂടെ കവർ ചെയ്യുമ്പോൾ ഏകദേശം 500 പോയിന്റ് ആയിരിക്കും ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലായിരിക്കും നമ്മുടെ ഒരു 2, 3, 4 ചോദ്യം വരുന്നത്. പക്ഷെ അത് നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ആസ്ക് യു ലൈക്ക് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, വാട്ട് ഈസ് കുള്ളൻ സൈൻ ഓർ വാട്ട് ഈസ് ടേണർ സൈൻ എന്നൊക്കെ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് കോളിലിത്യാസിസ് അല്ലെങ്കിൽ കോളിസിസ്റ്റൈറ്റിസ് വരുമ്പോൾ അവിടെ ഇൻസ്പിറേഷൻ എടുക്കുമ്പോൾ നമുക്കൊരു പെയിൻ ഫീൽ ചെയ്യും. എന്താണ് ആ സൈനിന്റെ പേര്? മർഫി സൈൻ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതുപോലെ സൈൻസും സിൻഡ്രോംസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതെല്ലാം കൂടെയാണ് കവർ ചെയ്ത് വരുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാർഡിയക് അനാട്ടമി നമ്മൾ നോക്കുമ്പോൾ അനാട്ടമിക്കൽ മേക്കപ്പ്, കണ്ടക്ഷൻ സിസ്റ്റം, സർക്കുലേഷൻ, ഹാർട്ട് സൗണ്ട്സ്, കാർഡിയക് സൈക്കിൾ, കാർഡിയക് ഔട്ട്പുട്ട്, ഞാൻ ഒരു റഫ് ഔട്ട്ലൈൻ ഇട്ടതാണ്. ഈ ഏരിയ നമുക്ക് എല്ലാം നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. റഫ്ലി ഞാനൊന്ന് സംസാരിക്കാൻ അതിനെ കുറിച്ച്. So you look into the image. You know there are 4 chambers in human heart. Human heart എന്ന് പറയുമ്പോൾ ഒരു ഹോളോ മസ്കുലർ ഓർഗൻ ആണ്. 300 ഗ്രാം വെയിറ്റ് ആണ് മെയിൽസിലുള്ളത്, 250 ഗ്രാം വെയിറ്റ് ആണ് ഫീമെയിൽസിലുള്ളത്. പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പെക്സ് ഓഫ് ഹാർട്ട്. അപ്പെക്സ് ഓഫ് ഹാർട്ട് ഈസ് ഫോംഡ് ബൈ, പലപ്പോഴും നമുക്ക് അപ്പെക്സ് എന്ന് പറയുന്ന മുകൾ പോർഷൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയും എഴുതാനുള്ള സാധ്യതയുണ്ട്. അപ്പെക്സ് ഓഫ് ഹാർട്ട് ഈസ് ഫോംഡ് ബൈ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ആൻഡ് ബേസ് ഓഫ് ഹാർട്ട് ഈസ് ഫോംഡ് ബൈ റൈറ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് ഏട്രിയം ആണ്. ഹ്യൂമൻ ഹാർട്ടിന് ഓൾറെഡി ഞാൻ പറഞ്ഞു 4 ചേംബർ, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇവിടെ നമുക്ക് സിസ്റ്റമിക് ആൻഡ് പൾമോണിക് സർക്കുലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് ആ ബ്ലൂ കളർ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വീന കാവ ഡി ഓക്സിഡന്റ് ബ്ലഡ് കൊണ്ടുവരും. അവിടുന്ന് ട്രൈക്കസ്പിഡ് വാൽവ് റൈറ്റ് വെൻട്രിക്കിലോട്ട് ഓപ്പൺ ചെയ്യും. അവിടുന്ന് പൾമണറി ആർട്ടറി ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡിഓക്സൈഡഡ് ബ്ലഡ് ലങ്സിൽ കൊണ്ടുപോയി പ്യൂരിഫൈ ചെയ്യും. ആ പ്യൂരിഫൈഡ് ബ്ലഡ് 4 പൾമണറി വെയിൻസ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലെത്തും. അവിടുന്ന് ബൈക്കസ്പിഡ് വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിലെത്തും. നമ്മൾ വളരെ ബേസിക് ഡിസ്കഷൻ ആണ്. ഞാൻ പറഞ്ഞു റെഗുലർ ക്ലാസ്സിലൂടെ വരുമ്പോൾ ഇത് പടം വരച്ച് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യും. നമ്മളൊരു വൈറ്റ് ബോർഡിലൂടെ നമുക്ക് അതിനകത്ത് ഓപ്ഷൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ ബേസിക് ഇതിനകത്ത് വന്നിട്ടുള്ള ചോദ്യം, ഒൺലി ആർട്ടറി ദാറ്റ് ക്യാരി ഡിഓക്സൈഡഡ് ബ്ലഡ്. ആൻസർ പൾമണറി ആർട്ടറിയാണ്. പൾമണറി ആർട്ടറിയാണ് ഡിഓക്സൈഡഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. ബാക്കി എല്ലാ ആർട്ടറിയും പ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യാറുള്ളത്. തിക്കസ്റ്റ് ചേംബർ ഓഫ് ഹാർട്ട്. തിക്കസ്റ്റ് ചേംബർ ഓഫ് ഹാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഏതായിരിക്കാം? കാരണം ഗ്രേറ്റസ്റ്റ് ആർട്ടറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാർജസ്റ്റ് ആർട്ടറി എന്ന് പറയുന്നത് അയോർട്ടയാണ്. അയോർട്ട ഒറിജിനേറ്റ് ചെയ്യുന്നത് അപ്പർ എൻഡ് ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിനെയാണ് നമ്മൾ തിക്കസ്റ്റ് ചേംബർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അടുത്തൊരു ഏരിയ ആണ് ഹാർട്ട് സൗണ്ട്സ്. ഹാർട്ട് സൗണ്ട്സ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 2 കാര്യം, ഹാർട്ട് സൗണ്ട്സും ഹാർട്ട് വാൽവ്സും നമ്മൾ അറിയണം. ഓൾറെഡി 2 വാൽവിനെ കുറിച്ച് പറഞ്ഞു.
tricuspid valve, bicuspid valve പറഞ്ഞു, then semilunar valves ഉണ്ട്. For example, first heart sound എന്ന് പറയുന്നത് lub and second heart sound dub. Lub is due to closure of atrioventricular അല്ലെങ്കിൽ bicuspid and tricuspid valve. Whereas second heart sound dub is due to closure of semilunar valve ആണ്. Semilunar valve ആണ് വേറൊരു പേര് aortic and pulmonic valve എന്ന് പറയുന്നത്. ഈ രണ്ട് സൗണ്ടും ഇനി നമ്മൾ പഠിക്കും S3, S4, S3 അതെല്ലാം അബ്നോർമൽ ഹാർട്ട് സൗണ്ട്സ് ആണ്. S3 എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ ഗാലപ്പ് ആണ്. S4 എന്ന് പറഞ്ഞാൽ ഏട്രിയൽ ഗാലപ്പ് ആണ്. ഇതെല്ലാം നമ്മളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഹാർട്ട് ഫെയിലിയറിലൂടെ അതിന് ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അവിടെ എന്ത് ക്രൈറ്റീരിയ ആണെന്നുള്ളത് പഠിക്കണം. ഇതെല്ലാം ഞാൻ പറഞ്ഞു നമ്മുടെ റെഗുലർ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യും. സോ ബേസിക്കലി ഹാർട്ട് സൗണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇനി ഞാൻ പറഞ്ഞു ഗ്രേറ്റസ്റ്റ് ആർട്ടറി അയോർട്ട ആണെന്ന് പറഞ്ഞു. അപ്പർ എൻഡ് ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നും അയോർട്ട ഒറിജിനേറ്റ് ചെയ്യും. ആ അയോർട്ട ഒറിജിനേറ്റ് ചെയ്ത് അസെൻഡിങ് അയോർട്ട ടോപ്പിലെത്തുമ്പോൾ ഒരു റെഡ് പോർഷൻ കണ്ടു, അവിടെ ആർച്ച് ഓഫ് അയോർട്ട, ദെൻ ഡിസെൻഡിങ് അയോർട്ട വിച്ച് സപ്ലൈ ടു ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ദ ബോഡി. ആ ടോപ്പിൽ കാണുന്ന ആർച്ച് ഓഫ് അയോർട്ടയ്ക്ക് 3 ബൈഫർക്കേഷൻ ഉണ്ട്. ആ ഇമേജ് നോക്കി അറിയാം. ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി, ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ആൻഡ് ബ്രൈക്കോസെഫാലിക് ട്രങ്ക്. അപ്പോൾ നമ്മുടെ ആർച്ച് ഓഫ് അയോർട്ടയുടെ 3 ബ്രാഞ്ചാണ് LCC, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ്, ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആൻഡ് ബ്രൈക്കോസെഫാലിക്. ഇത്രയാണ് നമ്മൾ ആ ബേസിക് അനാട്ടമിയിൽ നമ്മൾ അറിയേണ്ടത്. ഇനി നമ്മൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ ടു മയോകാർഡിയം അറിയണം. നമ്മുടെ മയോകാർഡിയത്തിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറീസ് ആണ്. നിങ്ങൾക്കറിയാം ശ്രീത്രയിൽ ചോദിച്ചിട്ടുണ്ട് കൊറോണറി ആർട്ടറി അറൈസസ് ഫ്രം ഡാഷ് റൂട്ട് ഓഫ് അസെൻഡിങ് അയോർട്ട. സോ കൊറോണറി ആർട്ടറി അറൈസസ് ഫ്രം റൂട്ട് ഓഫ് അസെൻഡിങ് അയോർട്ട. കൊറോണറി ആർട്ടറി നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ 2 ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. RCA എന്നും LC എന്നും നമ്മൾ പറയാം, റൈറ്റ് കൊറോണറി ആൻഡ് ലെഫ്റ്റ് കൊറോണറി. അതിൽ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയുടെ മെയിൻ 2 ബ്രാഞ്ചാണ് ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ്, ലെഫ്റ്റ് സർക്കംഫ്ലെക്സ്. ഞാൻ റഫ്ലി പറഞ്ഞു പോകുന്നതാണ്, കാരണം അവിടെ ഒരു ആപ്ലിക്കേഷൻ കാർഡിയോളജിയിൽ നമുക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം RCA സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടും ഇൻഫീരിയർ വാളിലുമാണ്. LAD സപ്ലൈ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡും ആന്റീരിയർ വാളിലാണ്. ആൻഡ് സർക്കംഫ്ലെക്സ് സപ്ലൈ ചെയ്യുന്നത് ലാറ്ററൽ വാളിലാണ്. നമ്മൾ ഫർദർ പഠിച്ചു പോകുമ്പോഴത്തേക്കും ഒരു എക്കോ എടുക്കുമ്പോൾ there will be an infarction to LAD which shows a change in which of the leads in ECG എന്ന് ചോദിച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ പഠിച്ചിരിക്കണം. കാരണം LADക്ക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആന്റീരിയർ വാളിലാണ് LAD സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ LADക്ക് ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് വരാൻ പോകുന്ന MI ആന്റീരിയർ വാൾ MI ആണ്. ആന്റീരിയർ വാൾ MI വന്നു കഴിഞ്ഞാൽ ECGയിൽ എവിടെയാണ് ചേഞ്ച് വരണമെന്ന് നമ്മൾ അറിയണം. ഫോർ എക്സാമ്പിൾ ECG നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. 1 hour ഡിസ്കഷൻ ECGക്ക് വേണ്ടി വരും. B1 to B4 ST എലിവേഷൻ വരും. അപ്പൊ ഇതെല്ലാം ആപ്ലിക്കേഷൻ പോയിന്റ്സ് ആണ്. അവിടെ അടുത്തൊരു പോയിന്റ് വരാം. B1 to B4 ST എലിവേഷൻ വന്നു, നമുക്ക് ആന്റീരിയർ വാൾ MI ആണെന്ന് മനസ്സിലായി. സോ ആന്റീരിയർ വാൾ MI നമ്മൾ ഇമ്മീഡിയറ്റ്ലി മാനേജ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഐ ഹോപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു MI ആണ് ഇൻഫീരിയർ വാൾ MI. അത് ലീഡ് 2-3 AVF ST എലിവേഷൻ വരുന്നതാണ്. ആ പേഷ്യന്റ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ബ്രാഡിക്കാർഡിയ ഹൈപ്പോടെൻഷൻ വരും. അതാണ് ഒരു ഇൻഫീരിയർ വാൾ MI പറഞ്ഞ പേഷ്യന്റിനെ നമ്മൾ 2 കൈയിലും IV ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഫ്ലൂയിഡ് റഷ് ചെയ്യുന്നത്. വേറാസ് ആന്റീരിയർ വാൾ MI വരുന്ന ഒരു പേഷ്യന്റ്, അതായത് B1 to B4 ST എലിവേഷൻ വരുന്ന ഒരു പേഷ്യന്റിന് കോംപ്ലിക്കേഷൻ വരുന്ന കാര്യം എന്തായിരിക്കാം? പൾമണറി എഡിമ ആയിരിക്കും. സോ പൾമണറി എഡിമ കോംപ്ലിക്കേഷൻ വരുന്ന പേഷ്യന്റിന് നമ്മൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ട് ചെയ്യണം. സോ അവർക്ക് നമ്മൾ IV ഫ്ലൂയിഡ് കൊടുക്കാറില്ല. ദെൻ അഗൈൻ നമ്മൾ പൾമണറി എഡിമ അവർക്ക് മാനേജ് ചെയ്യാൻ നമ്മൾ അടുത്ത് പ്ലാൻ ചെയ്യണം. ഹൗ വിൽ യു മാനേജ് പൾമണറി എഡിമ? യു വിൽ മാനേജ് പൾമണറി എഡിമ ബൈ ഒരു നിമോണിക് വെച്ച് ഓർമ്മിക്കാം, LMNOP, ലാസിക്സ്, മോർഫിൻ, നൈട്രേറ്റ്സ്, ഓക്സിജൻ, പ്രോപ്പർ പൊസിഷൻ, പിന്നെ ഡോപ്പമിൻ, ഡോബിറ്റമിൻ നമ്മൾ ഉപയോഗിക്കും. ഇതുപോലത്തെ നിമോണിക്സ് ഒക്കെ വെച്ചായിരിക്കും നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കും ഫിംഗർ ടിപ്സിൽ നിങ്ങളുടെ പോയിന്റ്സ് ഇരിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ MI, ഞാനിപ്പോ MI എന്ന് പറഞ്ഞു, പല ടൈപ്പ് MI നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്കറിയാം ആൻജൈന എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ആൻജൈന ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ചെസ്റ്റ് പെയിൻ റിലേറ്റഡ് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കുന്നത്. പക്ഷേ ലഡ്വിഗ്സ് ആൻജൈന അല്ലെങ്കിൽ വിൻസെന്റ് ആൻജൈന ഇത് രണ്ടും ചെസ്റ്റ് പെയിനുമായിട്ട് റിലേറ്റഡ് അല്ല. ഇതൊക്കെയാണ് എക്സാം പോയിന്റ് ആയിട്ട് വരുന്നത്. സ്റ്റൊമറ്റൈറ്റിസ് ഒക്കെയാണ് അവിടെ വരുന്നത്. റെഗുലർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നതാണ് MIയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ്. നമ്മൾ പഠിക്കും ഡാൻസ്, ഡിസ്നിയ, അപ്രിഹെൻഷൻ, നോസിയ ആൻഡ് വോമിറ്റിംഗ്, crushing substernal chest pain radiating to left arm and shoulder, elevated temperature. അത് how will you manage MI? മോന, മോർഫിൻ, ഓക്സിജൻ, നൈട്രേറ്റ്സ്, ആസ്പിരിൻ. നമ്മൾ ഒരു പോയിന്റ് തന്നെ നമുക്ക് ഒരു 50 പോയിന്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ആ രീതിയിലായിരിക്കും നമ്മുടെ ഡിസ്കഷൻ പോകുന്നത്. സോ അതാണ് നമ്മുടെ കൊറോണറി സർക്കുലേഷൻ ഓർമ്മിക്കേണ്ടത്. ഇനി ഹാർട്ടിന്റെ കവറിംഗ് എന്ന് പറയുന്നത് പെരികാർഡിയമാണ്, which has 3 layers, fibrous layer which is the outermost layer, parietal and visceral layer. വിസറൽ പരേറ്റൽ പെരികാർഡിയത്തിന് ഇടയിലാണ് നമ്മൾ പെരികാർഡിയൽ സ്പേസ് എന്ന് പറയുന്നത്. അവിടെ 30 ml ഓഫ് പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. ഇതൊരു കവറിംഗ് ഓഫ് ഹാർട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ അവിടെ പഠിക്കും മയോകാർഡിയം, എൻഡോകാർഡിയം. അവിടെ നിങ്ങൾ റൊമാറ്റിക് ഫീവർ പഠിച്ചിട്ടുണ്ട്, ആസ്പെക്ട് ഓഫ് ബോഡീസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതെല്ലാം 15 ക്ലാസ്സിലൂടെ ഇപ്പൊ ഞാൻ എല്ലാ പോയിന്റും പറഞ്ഞാലും അതൊരു
അനാവശ്യ ഡിസ്കഷൻ ആണ്. സോ ഇത് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട്. കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ വന്നിട്ടുള്ള പ്രീവിയസ് വളരെ മുന്നേ ഉള്ള പരീക്ഷ ചോദിച്ചിട്ടുണ്ട് നാച്ചുറൽ പേസ് മേക്കർ ഓഫ് ഹാർട്ട്. എല്ലാവർക്കും അറിയാം SI നോഡാണ്. SI നോഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ഏട്രിയത്തിലാണ്. അവിടെ നിന്ന് ഇമ്പൾസസ് AV നോഡിലോട്ട് വരും. അവിടെ നിന്ന് താഴോട്ട് ബണ്ടിൽ ഓഫ് ഫിസ്, നിങ്ങൾക്ക് ഇമേജിൽ കാണാം, ബണ്ടിൽ ഓഫ് ഫിസിൽ നിന്നും പർക്കിൻജി ഫൈബേഴ്സ് വരെ കണ്ടക്ഷൻ നടക്കും. സ്ലോവസ്റ്റ് കണ്ടക്ഷൻ നടക്കുന്നത് AV നോഡിലാണ്, ഫാസ്റ്റ് കണ്ടക്ഷൻ നടക്കുന്നത് പർക്കിൻജി ഫൈബേഴ്സിലാണ്. ആ രണ്ട് എൻട്രൻസ് പോയിന്റ് എപ്പോഴും നമ്മൾ ഓർമ്മിച്ചോണം കണ്ടക്ഷൻ സിസ്റ്റത്തിൽ. സ്ലോവസ്റ്റ് ഇൻ AV node and fastest in Purkinje fibers. Now നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്, ഇനി അതിൽ രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. കാർഡിയക് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് അറിയണം, നമ്മൾ കാർഡിയക് സൈക്കിൾ എന്താണെന്ന് അറിയണം. ഇതൊരു ഇൻട്രോ പാർട്ട് ആയതുകൊണ്ട് പറയുന്നതാണ്. കാർഡിയക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് കാർഡിയക് സൈക്കിൾ ഇസ് ഡാഷ് സെക്കൻഡ്സ്. ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് കാർഡിയക് സൈക്കിൾ ഈസ് 0.8 seconds. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ 0.1 second, വെൻട്രിക്കുലാർ സിസ്റ്റോൾ 0.3 seconds, കംപ്ലീറ്റ് കാർഡിയക് ഡയസ്റ്റോൾ 0.4 seconds. അങ്ങനെ മൂന്നൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.8 seconds ആണ് കാർഡിയക് സൈക്കിളിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. വേറാസ് കാർഡിയക് ഔട്ട്പുട്ട് എന്താണ്? എന്റെ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ആയതിലോട്ട് പിന്നെ വരാം. എമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇൻ വൺ കൺട്രാക്ഷൻ ഈസ് ഡാഷ്. ഇതിന്റെ ആൻസർ കാർഡിയക് ഔട്ട്പുട്ട് അല്ല. എമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ദ ഹാർട്ട് ഓർ ലെഫ്റ്റ് വെൻട്രിക്കിൾ പെർ കൺട്രാക്ഷൻ ഈസ് ടേംഡ് ആസ് സ്ട്രോക്ക് വോളിയം. സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് 70 ml ആണ്. ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ എമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇൻ വൺ കൺട്രാക്ഷൻ പെർ മിനിറ്റ് എന്ന് പറയുമ്പോഴാണ് കാർഡിയക് ഔട്ട്പുട്ട് വരുന്നത്. കാർഡിയക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ്. സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് 70 ml ആണ്, ഇൻറ്റു ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 72 ആണ്. അപ്പൊ അപ്രോക്സിമേറ്റ്ലി 5000 ml അല്ലെങ്കിൽ 5 ലിറ്റർ ആണ് നമ്മുടെ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ ചോദ്യത്തിൽ വരാം. ലാർജസ്റ്റ് വെയിൻ, പലപ്പോഴും ചോദ്യം കേട്ട ഉടനെ ഉത്തരം പിള്ളേർ പറയാറുണ്ട് സഫീനസ്. അത് ലോങ്സ്റ്റ് വെയിൻ ആണ് സഫീനസ് വെയിൻ. ലാർജസ്റ്റ് വെയിൻ എന്ന് പറയുന്നത് ഇൻഫീരിയർ വീന കാവയാണ്. ലാർജസ്റ്റ് ആർട്ടറി എന്ന് പറയുന്നത് അയോർട്ടയാണ്. മൂന്നാമത്തെ ചോദ്യം ബ്ലഡ് സപ്ലൈ ടു ഹാർട്ട്. ബ്ലഡ് സപ്ലൈ ടു ഹാർട്ട് എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ആണ്. ഓൾറെഡി പറഞ്ഞു, അതിന്റെ ബൈഫർക്കേഷൻസും ബ്രാഞ്ചസും പറഞ്ഞു. നാലാമത്തെ ചോദ്യം സ്ലോവസ്റ്റ് കണ്ടക്ഷൻ ഈസ് ഇൻ. ഫാസ്റ്റസ്റ്റ് കണ്ടക്ഷൻ പർക്കിൻജി ഫൈബേഴ്സിലാണെന്ന് പറഞ്ഞു. സ്ലോവസ്റ്റ് കണ്ടക്ഷൻ നടക്കുന്നത് AV നോഡിലാണ്. അഞ്ചാമത്തെ ചോദ്യമാണ് കുറച്ചൊരു ആപ്ലിക്കേഷൻ പോലെ ഞാൻ ജസ്റ്റ് റഫ് ഡിസ്കഷൻ ഇട്ടതാണ്. ഓപ്ഷൻ വൈസ് ഒക്കെ ആയിരിക്കും നമ്മുടെ റെഗുലർ ട്രെയിനിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് ST എലിവേഷൻ ഇൻ ലീഡ് V2 വിച്ച് ബ്ലഡ് വെസൽ ഈസ് അഫക്റ്റഡ്. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ECG, ഫാദർ ഓഫ് ECG എന്ന് പറയുന്നത് വില്യം എയ്ൻസോവൻ ആണ്. നോർമലി നമ്മൾ 12 lead ECG ആണ് പറയാറുള്ളത്. ലീഡ് 1, 2, 3, AVR, AVL, AVF, V1 to V6. അവിടെ നമ്മൾ ECG എടുക്കുമ്പോൾ നോർമലി നമ്മൾ ലീഡ് 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ 2, 3 AVF നമ്മൾ ആദ്യം നോക്കും. അവിടെ ST എലിവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫീരിയർ വാൾ MI എന്ന് പറയും. ഇൻഫീരിയർ വാൾ MI വന്നു കഴിഞ്ഞാൽ എന്റെ RCA, റൈറ്റ് കൊറോണറി ആർട്ടറിയാണ് അഫക്റ്റ് ആയത്. മറിച്ച് കോമൺ ആയിട്ട് കാണുന്ന വേറൊരു MI ആണ് ആന്റിയർ വാൾ MI, V1 to V4. അപ്പൊ V2 ആണ് ചോദിച്ചിരുന്ന ചോദ്യം. V2 ST എലിവേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം എന്റെ LAD ആണ് അഫക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ്. അവിടെ അഫക്ട് ചെയ്യുമ്പോൾ വിച്ച് ബ്ലഡ് വെസൽ ഈസ് അഫക്റ്റഡ്, LAD ആണ് അഫക്ട് ചെയ്തത്. കാരണം LAD ആണ് ആന്റീരിയർ വാളിലോട്ട് സപ്ലൈ ചെയ്യുന്നത്. ഒരു ടേം ഉണ്ട്, 100% ബ്ലോക്ക് നമ്മൾ LADയിൽ വന്നാൽ അതിനെ പറയുന്നത് വിഡോ മേക്കർ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാറുണ്ട്. ഇതുപോലത്തെ കുറെ ന്യൂമോണിക്സുകളും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും റെഗുലർ ക്ലാസ്സിൽ. സോ ബേസിക്കലി കാർഡിയക് അനാട്ടമി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയാൽ അറൌണ്ട് 50 to 60 ക്വസ്റ്റ്യൻസ് തന്നെ ഈ അനാട്ടമി ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇവിടെ നിന്നായിരിക്കും നമ്മൾ മൂവ് ചെയ്തിട്ട് ഡയഗ്നോസിലോട്ട് എത്തുന്നത്. അഗൈൻ ഡയഗ്നോസിൽ എത്തുമ്പോൾ നമ്മൾ കാർഡിയക് എൻസൈംസ് ഓർ കാർഡിയക് മാർക്കേഴ്സിനെ കുറിച്ച് പഠിക്കണം. അവിടെ നമ്മൾ CPK, MB, MM, BB അതിനെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യണം. ഫോളോഡ് ബൈ നമ്മള് അവിടെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? LDHനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഡ്രോപ്പ് ഐയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ടോട്ടലി നമ്മൾ കാർഡിയക് മാർക്കേഴ്സ് മാത്രം നമുക്കൊരു 2-3 ചോദ്യം വരാറുണ്ട്. ഓരോന്ന് എലിവേറ്റ് ആവുന്നത്, ഏറ്റവും ആദ്യം എലിവേറ്റ് ആവുന്നത് ആരാണ്? മയോഗ്ലോബിൻ ആണ്. ഇതുപോലെ ഡിസ്കഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകും. അവിടെ നിന്ന് നമ്മൾ ഡയഗ്നോസ്റ്റിക് ECGയിലോട്ട് പോകും, എക്കോ പോകും, ഫർദർ ഡയഗ്നോസിലോട്ടുള്ള മെഷേഴ്സിലോട്ട് പോകും. ദെൻ വിൽ ഡിസ്കസ് ഈച്ച് കണ്ടീഷൻ ബൈ കണ്ടീഷൻ. ലൈക്ക് ആൻജൈന മുതൽ സ്റ്റാർട്ട് ചെയ്താൽ MI, അരിത്മിയാസ്, ഹാർട്ട് ഫെയിലിയർ, കോർപ്പൾമണൈൽ, ഇതുപോലെ ഡിസ്കസ് ചെയ്യുന്ന ഒരു 150 എൻട്രൻസ് പോയിന്റ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഇത് ഞാൻ പറയുന്നത് കാർഡിയോളജി ആസച്ച് ആണ്. സോ അപ്പോൾ നമുക്ക് അതിന്റെ ബേസ് ആയിട്ട് കാർഡിയക് അനാട്ടമി, ഇതുപോലെ ഓരോ സ്പെഷ്യാലിറ്റിയുടെയും ബേസിക്സ് പഠിച്ച് നമ്മൾ വേണം മുന്നോട്ട് പോകാൻ. ഇതായിരിക്കും നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡെമോയിൽ ഇപ്പോൾ ഒരു ഇൻഡെപ്ത് ഡിസ്കഷൻ ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് എന്താണെന്ന്, കാരണം ഒരുപാട് പേര് സംശയം ചോദിച്ചുകൊണ്ട് എന്താണ്, എങ്ങനെയാണ് പ്രോസസ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ കുറച്ച് മെസ്സേജ് കാണുന്നുണ്ട്, സൗണ്ട് വീഡിയോ ചിലത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതൊരു ഡെമോ ആയതുകൊണ്ടാണ് നമ്മൾ ആ ടോട്ടൽ സോഫിസ്റ്റിക്കേറ്റഡ് രീതിയിൽ അത് സെറ്റ് ചെയ്യാറുള്ളത്.
നിങ്ങളുടെ റെഗുലർ ട്രെയിനിങ്ങിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് അതിന്റെ സെറ്റിംഗ് നമ്മൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഒരു 2 minutes ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്ലൈഡിലൂടെ കാണിക്കാം. About 2 like mental health nursing. മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് എനിക്ക് ഒരു 2-3 മിനിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഒരു ഔട്ട്ലൈൻ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്ത് വെക്കാം. മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ഞാൻ പറഞ്ഞു 7 മുതൽ 10 ചോദ്യം. കഴിഞ്ഞ എയിംസ് നോക്കിയാൽ 14 ചോദ്യം നമുക്ക് വന്നു. അതിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കാൻ സാധ്യത കുറവുള്ള പേപ്പറിൽ കൂടുതൽ ചോദ്യം ഉണ്ടാക്കാനും ചോദ്യം പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾ ശ്രമിക്കാറുണ്ടായിരിക്കും. കാരണം എപ്പോഴും ഒരു കോംപ്ലക്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവരായിരിക്കാം ചോദ്യം പുറത്താക്കുന്നത്. അപ്പോ സൈക്യാട്രി പഠിച്ച കാലത്ത് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നെല്ലാം ഡെലൂഷൻ എന്ത്, ഹാലുസിനേഷൻ എന്ന് ചോദിച്ചാൽ പോലും അത് 1000 വട്ടം പഠിച്ചാലും പരീക്ഷയ്ക്ക് തെറ്റിക്കുന്നവരാണ് നമ്മൾ. അപ്പോ നമ്മൾ 4 സെഗ്മെന്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻട്രോ പാർട്ടിൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കുറച്ചൊരു 10-15 ആൾക്കാരുടെ പേര്, 10 ആൾക്കാരുടെ പേര് നിങ്ങളെ പഠിപ്പിക്കും. കാരണം അവിടുത്തെ സിഗ്മണ്ട് ഫ്രോയിഡ് മാത്രമായിരിക്കും അറിയാന്നുള്ളത്, ബാക്കി കുറച്ചുപേർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. കുറച്ച് ഇമ്പോർട്ടന്റ് വർഷങ്ങൾ നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ടെർമിനോളജീസും ഡിഫൻസ് മെക്കാനിസവും തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനും 2 ചോദ്യം ടെർമിനോളജി എപ്പോഴും നമുക്ക് സാധ്യതയാണ്. ദെൻ ഡിഫൻസ് മെക്കാനിസം, 10 ഡിഫൻസ് മെക്കാനിസത്തിൽ സ്ഥിരം വരാറുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഡൗട്ട് ആയിട്ടുള്ള റിപ്രഷൻ, റിഗ്രഷൻ, റാഷണലൈസേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് കാണാതെ പഠിച്ചു വയ്ക്കാം. കാണാതെ കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ സിനാരിയോ പഠിക്കാൻ എളുപ്പമായിരിക്കും. അതാണ് നമ്മുടെ പ്ലാൻ. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ പാർട്ടായിരിക്കും നമ്മുടെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി. അവിടെ ഡ്രഗ്സിനെ കുറിച്ചും ECT കുറിച്ചും തെറാപ്പീസിനെ കുറിച്ചും പഠിക്കും. 2 മുതൽ 3 ചോദ്യം ഞാൻ അഷ്യൂർ ചെയ്യുന്നു. കഴിഞ്ഞ DMEക്ക് സിറം ലിത്തി എപ്പോഴും ചോദിക്കാറുണ്ട്, ആന്റിസൈക്കോട്ടിക്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, ECTയിൽ ഒരു ചോദ്യം വരാറുണ്ട്, ബിഹേവിയർ തെറാപ്പിയോ സൈക്കോ തെറാപ്പിയോ എന്നൊരു ചോദ്യം വരാറുണ്ട്. ഇതാണ് നമ്മൾ ജനറലി കാണുന്ന ട്രെൻഡ്. പക്ഷെ ഞാനത് ആധികാരികമായിട്ട് 2 മണിക്കൂർ ഞാൻ പഠിപ്പിക്കും അതിനെക്കുറിച്ച്. മൂന്നാമത്തെ കാര്യം ഡിസീസ് കണ്ടീഷൻ. ICD ക്രൈറ്റീരിയ പ്രകാരം F00 മുതൽ F99 വരെയുള്ള ഓരോ കണ്ടീഷൻ നമ്മൾ പഠിച്ചിരിക്കും. 4ാമത്തെ പോർഷൻ കുറച്ച് ലീഗൽ സൈക്യാട്രി, കമ്മ്യൂണിറ്റി സൈക്യാട്രി, അതിൽ ഹാഫ് വേ ഹോംസ്, ഇപ്പോഴത്തെ നമ്മുടെ റീസെന്റ് NDPSA ആക്ട്, മെന്റൽ ഹെൽത്ത് ആക്ട് 2017 അമെന്റ് ചെയ്തു. അതിനെക്കുറിച്ച് ലേറ്റസ്റ്റ് ചോദ്യം ഉണ്ടാക്കുന്ന ആൾക്കാർ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡുകൂടെ മനസ്സിലാക്കണമല്ലോ. അപ്പൊ നിങ്ങളുടെ ഒരു ചോദ്യ പേപ്പറിലെ 1980-ലെ 70-ലെ മാത്രമല്ല 2017, 18, 19 കാര്യങ്ങൾ അറിയണം നിങ്ങൾ. IMR, MMR ചോദിക്കുമ്പോൾ അത് റീസെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ രീതിയിലുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ഉണ്ടായിരിക്കും. സോ ഇതായിരിക്കും സൈക്യാട്രി. ഓരോ സബ്ജക്ട് ഞാൻ ഇതുപോലെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതിനും ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരിക്കും. ഇനിഷ്യൽ ഡേയ്സിൽ എല്ലാം തന്നെ ഞാൻ ബേസിക്സ് ആയിരിക്കും ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഹാഫ് അസാർഡ് ആയിട്ടോ ഫാസ്റ്റ് ആയിട്ടോ പോകത്തില്ല. നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ 1, 2, 3 ക്ലാസ് കൊണ്ട് ഒരു ടോട്ടൽ വിലയിരുത്തലല്ല. നമ്മളിതൊരു 128 മണിക്കൂർ ഒരുപാട് നാൾ നമ്മൾ ഒരുമിച്ചുണ്ടായിരിക്കും. അതായത് ഒരു 9ഓളം മാസം നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ്. അപ്പോ അത് പഠിച്ച് എൻജോയ് തന്നെ ആകണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ടൈം ക്ലാസ് ഈ രാത്രി 8 മണിക്ക് വേറൊരു അർജന്റ് അല്ലെങ്കിൽ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിൽ കിടക്കും. ഡൗൺലോഡ് അല്ല, ഒരു റിട്രൈവ് ചെയ്ത് കാണാൻ പറ്റും. ഒരു വട്ടം കൂടെ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും സെറ്റ് ചെയ്ത് വെക്കുന്നത്. അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു തവണ മിസ്സായി പോയാൽ, കാരണം നിങ്ങൾ സ്ഥിരം ചോദിക്കുന്ന ഡൗട്ടുകൾ കൂടെ ഉത്തരം പറയുന്നത്, നിങ്ങൾക്ക് വീണ്ടും അത് കാണാൻ പറ്റും. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാം ഒരു ബാച്ച് 1 ഞാനിപ്പോൾ ടൈം പറഞ്ഞത്. കുട്ടികളുടെ ആവശ്യകത അനുസരിച്ച് നമ്മൾ ഡേറ്റ്സും പ്ലാനുകളും കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പോ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് സെന്റർ ആയിട്ടുള്ള സോഡിക് അക്കാഡമി നിങ്ങൾക്കറിയാം. മെഡിക്കൽ, പാരാമെഡിക്കൽ, നഴ്സിംഗ് മേഖലയിലെ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് സെന്റർ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇപ്പോൾ സർക്കാർ സർവീസ് ഇരിക്കുന്ന മെജോറിറ്റി ആൾക്കാർ ഞങ്ങളുടെ കോച്ചിങ് സെന്ററിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരാശരാകത്തില്ല. നിങ്ങൾക്ക് ടോട്ടൽ പാക്കേജ്, ഞാൻ പറഞ്ഞു, ഒരു കോച്ചിങ് സെന്ററിലും നിങ്ങൾക്ക് ഇതുപോലൊരു ബുക്കും മെറ്റീരിയലും എല്ലാം കൂടെ തരാൻ പറ്റത്തില്ല. കേരളത്തിൽ 100 ബ്രാഞ്ച് പറ്റത്തില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അത്രത്തോളം അതിനൊരു വർക്ക്ഔട്ട് ചെയ്ത് തന്നെയാണ് ഇതാകുന്നത്. ഒരു പ്ലാൻ അല്ലാതെ സൂപ്പർഷ്യലി വന്ന് ഞാൻ ആരെയും ഒരിക്കലും ഐ ഡോണ്ട് ബിലീവ് ഇൻ കമ്പാരിസൺ. ഐ ഓൾവേസ് ബിലീവ് ഇൻ അവർ ഓൺ ക്വാളിറ്റി. സോ അവർ കോച്ചിങ് സെന്റർ എന്ന് പറയുന്ന സോഡിക് അക്കാഡമിക്ക് നമ്മളുടെ ക്വാളിറ്റിയിൽ വിശ്വസിക്കുന്നു. വിശ്വാസം നിങ്ങൾക്കൊണ്ട് നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്ത് ഡീറ്റെയിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പർ ഉണ്ടായിരിക്കും, അതിൽ വിളിച്ച് ക്ലാരിഫൈ ചെയ്യാം. എൻജോയ് ലേണിംഗ്. ഓൾ ദ ബെസ്റ്റ്. ജോയിൻ ചെയ്യുന്നതിന് ചെയ്യാത്ത എല്ലാ ആൾക്കാർക്കും ഞാൻ ഓൾ ദ ബെസ്റ്റ് പറയുന്നു. 10 മാസം കഴിയുമ്പോൾ നമ്മുടെ പരീക്ഷ ഉണ്ടായിരിക്കും. വൈകിയ വേളയിൽ ഉദിച്ച് ജോയിൻ ചെയ്യാൻ കാത്തു നിൽക്കരുത്. സിസ്റ്റമാറ്റിക് ലേണിംഗ് എന്ന് പറയുമ്പോൾ മിനിമം നമുക്ക് 7-9 മാസം നമുക്ക് വേണം. അത് ഒരു മാസം കൊണ്ട് പഠിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസം, ഓവർ കോൺഫിഡൻസ് ഉണ്ടാകരുത്. ഞാൻ ഓൾറെഡി പല കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു ഹ്യൂജ് കോമ്പറ്റീഷൻ ആണ് നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ സെന്ററിലോട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാർട്ട് ചെയ്ത് 1 മാസം കൊണ്ട് 1200ഓളം പിള്ളേർ കവർ ചെയ്ത ഒരു കോച്ചിങ് സെന്റർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 1 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോഴത്തെ എൻക്വയറി പാനൽ വെച്ചിട്ടും ബാക്കി ഞാൻ അപ്ഡേറ്റ്സ് എപ്പോഴും എല്ലാ മാസങ്ങളിലും ഇടാറുണ്ട്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു പ്രൊമോ ആയിട്ട് ഞാൻ പറയുന്നതല്ല. യു ക്യാൻ ബിലീവ് ഇൻ Zodiac. Come, join and enjoy learning. Thank you so much.
ലോഗ് ഔട്ട് ചെയ്യുക.